അടയ്ക്കാതെ വേഗത്തിൽ മുന്നോട്ട് പോയ ബസ്സിൽ നിന്നും സിസ്റ്റർ റോഡിലേക്ക് തെറിച്ചു വീണു. ഗുരുതര പരിക്കുകളെ അതിജീവിക്കാനാകാതെ നമ്മോട് വിട പറഞ്ഞു. കോതമംഗലം കോയിപ്പള്ളിയിൽ വെച്ചുണ്ടായ വാഹനാപകടത്തിലാണ്. ഇക്കഴിഞ്ഞ വർഷം ഉണ്ണുകാൽ ലിറ്റിൽ ഫ്ലവർ ഹൈസ്കൂളിൽ നിന്നും വിരമിച്ച് നിരവധി മേഖലകളിൽ സജീവ ശുശ്രൂഷ ചെയ്തു വന്ന നല്ല അധ്യാപികയായ സിസ്റ്ററിന് ഇന്നലെ 1/7/26 ജീവൻ നഷ്ടമായത്. കാഞ്ഞിരപ്പള്ളി സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂളിലെ അധ്യാപിക സമൂഹത്തിന്റെ പ്രസരിപ്പായിരുന്നു. ഏവർക്കും പ്രിയകരിയായിരുന്നു സ്വപ്ന രാജേഷ് ടീച്ചർ. 10C ക്ലാസ് ടീച്ചറും സ്റ്റാഫ് സെക്രട്ടറിയും സഹായ അധ്യാപികയുടെയും വിദ്യാർത്ഥികളുടെയും മാനേജ്മെന്റിന്റെയും അഭിമാനവും ആഹ്ലാദവുമായിരുന്നു. സ്വപ്ന ടീച്ചർ ഇന്നലെ 1/7/26 നന്നായി പഠിപ്പിച്ച് എല്ലാവരെയും സന്തോഷിപ്പിച്ച് വീട്ടിലേക്ക് പോയതാണ്. പതിവ് പോലെ ഇന്നു രാവിലെ സ്കൂളിലും എത്താമെന്നാണ് പ്രതീക്ഷയിലാണ് പ്രിയ ടീച്ചർ പോയത്. എന്നാൽ വീട്ടിൽ വെച്ച് ഹൃദയാഘാതം ഉണ്ടാവുകയും ജീവൻ നഷ്ടമാവുകയുമാണ് ഉണ്ടായത്. പ്രിയ കൂട്ടുകാരെ, 2 ഗുരുശ്രേഷ്ഠന്മാർ അപ്രത്യക്ഷമായി യാത്ര പറഞ്ഞു. ഹെയ്സൈറ്റ് സിസ്റ്ററിന്റെയും സ്വപ്ന ടീച്ചറിന്റെയും വിദ്യാർത്ഥികൾ മൃതദേഹ പേടകരിയിലൂടെ വിങ്ങിക്കരന്നു നീങ്ങുന്നത് കണ്ടു. വിദ്യാഭ്യാസത്തിന്റെയും കാലത്തിന്റെയും ഏറ്റവും വലിയ സൗഭാഗ്യം എന്താണ്? ഫുൾ A+ വാങ്ങുന്നതോ കാലാധികമോ പ്രതിഭയോ ആകുന്നതോ ആണോ? സമ്മാനങ്ങളൊന്നും കിട്ടുന്നില്ലെങ്കിലും താൻ ബഹുമാനിക്കുന്ന അധ്യാപകരുടെ പ്രീതിയും വാത്സല്യവും തന്നോടൊപ്പമുണ്ട് എന്ന ഒരു വിദ്യാർത്ഥിയുടെ ആത്മവിശ്വാസവും ഉള്ളിലെ അഭിമാനവും അല്ലേ ഏറ്റവും വലിയ സൗഭാഗ്യം? തീർച്ചയായും അതെ. അതിന് ആത്മാർത്ഥതയും സത്യസന്ധതയും ഉണ്ടായാൽ മതി. അധ്യാപകരോട് എത്രമാത്രം അടുക്കാം? അമ്മയോളം അച്ഛനോളം എന്നേ ഉത്തരമുള്ളൂ. നമ്മുടെ ഭാരതീയ ദർശനത്തിൽ മാതാവും പിതാവും ഗുരുവും ദൈവവും തുല്യരാണ്. ഗുരുദേവോ ഭവ എന്നു തന്നെയാണ് നമ്മുടെ പ്രമാണം. ദൈവതുല്യമായാണ് ഗുരുസ്ഥാനം. ഗുരുത്വം എന്ന മഹാഗുരുവിനു മാത്രമേ കഴിയൂ. അതിനാൽ നമ്മുടെ എല്ലാ അധ്യാപകരെയും നമുക്ക് അങ്ങേയറ്റം ആദരിക്കാം. ആദരിക്കാൻ ഒട്ടും ബാക്കി വെക്കരുത്. അവരെ ഹൃദയം തുറന്ന് സംസാരിക്കാം. മറ്റൊരാവർത്തി സ്വപ്നത്തിലേക്ക് ടീച്ചറിനോടും ഹെയ്സൈറ്റ് സിസ്റ്ററിനോടും പിന്നീട് പറയാനായി അവരുടെ പല വിദ്യാർത്ഥികളും മാറ്റിവെച്ചത് അവരുടെ ഉള്ളിൽ ബാക്കിയാവുകയാണ്. നമുക്ക് ഇന്നു തന്നെ സ്നേഹാഭരങ്ങളുടെ പുഞ്ചിരിയും മഞ്ചാടികളുമായി നമ്മുടെ അധ്യാപകരുടെ മനസ്സിൽ അമ്മയോളം അടുക്കാം. അനുഗ്രഹീതരാകാം. ആശംസകളോടെ സ്വന്തം കൊച്ചേട്ടൻ.